ഓണക്കാലമാകുന്നതോടുകൂടി പൂക്കളെക്കുറിച്ചും പൂവുമായി ബന്ധപ്പെട്ട കൃഷിയെക്കുറിച്ചുമെല്ലാമുള്ള വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കും. പക്ഷേ പൂക്കൃഷിയിൽ നിന്ന് തൻ്റെ അധ്വാനത്തിനുള്ള ഫലം ഒന്നും ലഭിച്ചിട്ടില്ല എന്ന സങ്കടത്തിലാണ് എറണാകുളം വടക്കേക്കരയിലെ തമ്പി എന്ന വ്യക്തി. കൃഷിയിൽ നഷ്ടം സംഭവിച്ചില്ലെങ്കിലും പിന്മാറാൻ തയ്യാറല്ല ഈ കർഷകൻ. ചെണ്ടുമല്ലിയും വാടാമല്ലിയും കൂടാതെ പച്ചക്കറി കൃഷിയുമുണ്ട് ഈ കർഷകന്റെ കൃഷിയിടത്തിൽ. ശുദ്ധമായ നാടൻ മഞ്ഞൾപ്പൊടിയും സ്വന്തമായി തമ്പി ഉൽപ്പാദിപ്പിച്ച് നൽകുന്നു. കഴിഞ്ഞ വർഷം 700 ചെണ്ടുമല്ലി തൈകൾ ഒടിച്ചു നട്ടതിൽ നിന്നും 1400 തൈകളാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്. ഈ ഇനത്തിൽ കഴിഞ്ഞ വർഷം വടക്കേക്കരയിലെ വിവിധ വാർഡുകളിൽ 47,000 തൈകളാണ് തമ്പി വിതരണം ചെയ്തത്. എന്നാൽ ഇത്തവണ കൃഷി ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവാണ്. നിലവിൽ 1 കിലോ ചെണ്ടുമല്ലിക്ക് 50 രൂപയാണ് തമ്പിക്ക് ലഭിക്കുന്നത്. കൂടാതെ തനിക്ക് വേണ്ട പ്രോത്സാഹനം ലഭിക്കുന്നില്ലെന്ന പരിഭവവും തമ്പിക്കുണ്ട്. കടക്കാര് നമ്മളുടെ പൂ ചെല്ലുമ്പോൾ അവർ ചാട്ടി തന്നു. തമിഴ്നാട്ടിൽ നിന്ന് പൂവ് എത്ര കെട്ടിക്കഴിഞ്ഞാൽ അവർ ആ വിലക്ക് എടുക്കുന്നു. ഇവിടെ ഒരു കദമ്പ കെട്ടിക്കഴിഞ്ഞാൽ 250 രൂപ കുറച്ചുള്ള കദമ്പം ഈ റോള് ഒരു അമ്പലങ്ങളിൽ കൊടുക്കുന്നില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ 1 കിലോ പൂവ് വേണ്ട ഒരു കദമ്പ കെട്ടാൻ. ഇപ്പം തുടങ്ങി വിറ്റ് ഈ ഓണത്തിന് 2 ദിവസം മാത്രം നമ്മൾക്ക് വിൽപ്പന നടത്തി എന്തെങ്കിലും പൈസ കിട്ടും. അതിനിപ്പുറം നമ്മൾക്ക് ഈ അത്തത്തിന് പൂ വാങ്ങുന്ന ആരുമില്ല. കടകൾ കൊണ്ടു ചെന്നാൽ കടക്കാർ പറയുന്നത് 30 രൂപ വെച്ചാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കടയിൽ ചെന്ന് പറവൂര് പൂക്കടയിൽ ചെന്ന് ചോദിച്ചു. ചിലവ് കൂടുതലാണെങ്കിലും കൃഷിയിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ലാതെ 100 മേനി വിളവെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തമ്പി ഇപ്പോൾ. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.